ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപാട് കൊന്ത ചെല്ലുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പണ്ട് കാലത്ത് നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന ചില ശീലങ്ങൾ, ആ ഒരു തീക്ഷ്ണത, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹമൊക്കെ ഇപ്പോഴും എനിക്കുണ്ടോ? അതോ ഇപ്പോൾ അതിന് കുറഞ്ഞു വരുവാണോ? അതോ നഷ്ടപ്പെട്ടു പോയോ? ഒട്ടുമില്ലാത്ത അവസ്ഥയിലാണോ? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ദേവാലയം വിശദീകരിക്കുന്ന രംഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ദേവാലയം തുടങ്ങിയ സമയത്ത് എത്ര മനോഹരമായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ കച്ചവടക്കാരൊക്കെ വന്നത് അശുദ്ധമായിട്ട് അതിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും വളരെ നന്നായിട്ട് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒത്തിരി തീഷ്ണതയോടെ വലിയ ഉത്സാഹത്തോടെയൊക്കെ നമ്മൾ മുന്നോട്ടിറങ്ങി ചെയ്യാനായിട്ട് ആരംഭിച്ച പല കാര്യങ്ങളും ഇപ്പോഴെത്തി നിൽക്കുന്ന അവസ്ഥ എന്താ? വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുന്നുണ്ട്: നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്നുള്ളത്. അതുകൊണ്ട് നീ ചിന്തിച്ചു നോക്ക്, ഏതവസ്ഥയിൽ നിന്നാണോ നീ അധപതിച്ചു പോയത്, ആ അവസ്ഥയിലേക്ക് നീ തിരികെ പോകണം എന്നുള്ളത്. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയമൊക്കെ നിനക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാ ഒരു തീക്ഷ്ണത നിനക്കുണ്ടോ? ഈശോ നിന്നോടൊന്ന് ചോദിക്കുകയാണ്, മകനെ, എവിടെയാണ് നിനക്ക് വീഴ്ച സംഭവിച്ചത്? എപ്പോഴാണ് നിനക്ക് തെറ്റുപറ്റിയത്? നീ ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരികെ പോകണം എന്നുള്ളത്, ആ ഒരു പഴയ തീക്ഷ്ണതയിൽ നീ ജ്വലിക്കണം എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ ഏതവസ്ഥയിലാണെങ്കിലും ഇന്ന് ഒരു പുതിയ തുടക്കത്തിന് കാരണമാകട്ടെ. അങ്ങനെ എനിക്കും പറയാൻ സാധിക്കട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പറ്റിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്.